التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. വകമായ ഖൗൽ ഖബർ സംഭവിക്കുന്നത് പോലെ, അഥവാ ഖബർ ഇപ്പോൾ പറഞ്ഞാൽ മുഫ്രദ് മുസ്തഖായും സംഭവിക്കും, ഔ ജാമിദായിട്ടും സംഭവിക്കും. മുഫ്രദ് മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഏതാ, മുസ്തഖ് അറിയുമ്പോൾ ഇത് എന്താ, സിഫത്തുകൾ, മുസ്തഖാത്തിൽപ്പെട്ട സിഫത്ത്, ഇസ്മു തഫ്ദീൽ, അതുപോലെ തന്നെ ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ പോലത്താണ്. അതായത് മറ്റൊന്നും പറ്റും, ഇസ്മു മക്കാനൊക്കെ മുസ്തഖാത്ത് പെട്ടാണെങ്കിൽ അത് ഔട്ടാവും. പിന്നെ ഔ ജാമിദുൻ, ഏതാ ദമീർ ഉണ്ടാവുന്ന വിഷയത്തിലാട്ടോ പറഞ്ഞത്. അത് അൽഫിയൽ ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പറഞ്ഞ മുസ്തഖ് അറിയുമ്പോൾ അവിടെ ദമീർ ഉണ്ടാവുന്ന വിഷയത്തിൽ. അപ്പോൾ ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊലൊക്കെ പെടും മുസ്തഖെന്ന്, മറ്റേത് പെടൂല. ഔ ജാമിദുൻ, അല്ലെങ്കിൽ ജാമിദ് പെടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു, ജാമിദിനും വരും എന്ന് പറഞ്ഞാലുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ അൽഫിയൽ വിശദീകരിച്ചിട്ടുണ്ട് ആ ബൈത്തിൽ. ഔ ജാമിദ്, അല്ലെങ്കിൽ ജാമിദായിരിക്കും. ഇപ്പം ഇതുപോലെ ഇപ്പോൾ സെയ്ദുൻ അഹൂക്ക എന്ന് പറഞ്ഞാൽ അവിടെ ജാമിദാണ്, അഹൂക്ക ഖബർ ജാമിദാണ്, മനസ്സിലായി. സെയ്ദുൻ ഖായിം എന്ന് പറയുമ്പോൾ അവിടെ മുസ്തഖാണ്, അതിൽ ദമീർ ഉണ്ടാവും. ഈ സെയ്ദുൻ അഹൂക്ക എന്ന് പറയുമ്പോൾ ജാമിദിൽ ഉണ്ടാവില്ല. എന്നാൽ ജാമിദിൽ ദമീർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇമാം കിസായി, ഉമ്മാനിയൊക്കെ എന്താ ദമീർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെയ്ദുൻ അഹൂക്ക എന്ന് പറയുമ്പോൾ സെയ്ദുൻ അഹൂക്ക ഹുവ എന്നുണ്ടാവും എന്ന അഭിപ്രായക്കാരാണ് അവർ. അത് നമ്മൾ അൽഫിയയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നോക്കാം. ഇവിടെ ഇപ്പോൾ ഏതായാലും ഖബർ മുഫ്രദ് മുസ്തഖായി സംഭവിക്കുന്നത് പോലെ, ജാമിദായിട്ടോ സംഭവിക്കുന്നത് പോലെ, യഖൗ ജുംലത്തൻ, ആ ഖബർ ജുംലയായ നിലയിലും സംഭവിക്കും. അതെങ്ങനത്തെ ജുംലത്തൻ, ഇസ്മിയത്തൻ ഔ ഫിഅലിയത്തൻ. ജുംല എന്ന് പറയുമ്പോൾ ഇസ്മിയായ ജുംലയുണ്ടാവും, ഫിഅലിയായ ജുംലയുണ്ടാവും. ഫഹീന ഇതിൻ, ആ സമയ സന്ദർഭത്തിൽ അഥവാ ജുംലയായി സംഭവിക്കുമ്പോൾ, ലാബുദ്ദ യകൂന ലഹ, ലാബുദ്ദ അനിവാര്യമാണ്, യകൂന ഉണ്ടാവൽ, ലഹ എന്ന് പറഞ്ഞാൽ ഫീഹ, അതിൽ ആ ജുംലയിൽ ഉണ്ടാവൽ നിർബന്ധമാണ്, റാബിത്തുൻ. അപ്പോൾ എന്താ പറയുക, ജുംല ഫീലിയ ഇസ്മിയാകുമ്പോൾ റാബിത്ത് വേണം. പിന്നെ റാബിത്ത് വേണ്ടാത്തൊരു സന്ദർഭമുണ്ട്. അതെന്താ, അത് ആ ജുംല തന്നെ മാനേൽ എന്താവുക, നഫ്സുൽ മുബ്തദാനാവുക. ഇൻഷാ അല്ലാഹ് അത് വരും. അതല്ലാതെ 4 സന്ദർഭങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജുംല വരുമ്പോൾ 4 സന്ദർഭമല്ല, 4 രീതിയിലാണ് റാബിത്ത് വരിക. ഒന്നുകിൽ അത് റാബിത്തു ദമീർ ആയിരിക്കും, അല്ലെ ഇഷാറത്തായിരിക്കും, അല്ലെങ്കിൽ ആ മുബ്തദയിന് അതിൻ്റെ ലഫ്ദ് കൊണ്ട്, ഈ ആദത്തുൽ മുബ്തദഇ ബി ലഫ്ദിഹി, അതിൻ്റെ ലഫ്ദ് കൊണ്ട് മടക്കുക. ഉദാഹരണം നമ്മൾ പറയും. പിന്നെ ഉമൂം ഉണ്ടാവുക. ഈ 4 നിലക്കാണ് റാബിത്ത്. അതിൽ ദമീറാണ് അസ്ലി. നമുക്ക് നോക്കിയതായാലും ലാബുദ്ദ യകൂന ലഹ, അതിൽ ഐ ഫീഹ, ലഹ എന്ന് പറഞ്ഞാൽ ഫീഹാൻ്റെ മാന, അതിലെന്താണ് റാബിത്ത് ഉണ്ടാവൽ നിർബന്ധമാണ്. എങ്ങനത്തെ റാബിത്ത, യർബിത്തുഹ, ജുംലയെ അത് ബന്ധിപ്പിക്കും, മാൽ മുബ്തദഇ, മുബ്തദനോട് കൂടെ. അപ്പം മുബ്തദനോട് കൂടെ ബന്ധിപ്പിക്കുന്ന റാബിത്ത് ഉണ്ടാവും. വദക്കറ മുസന്നിഫ് ഹുന, ഇവിടെ പറഞ്ഞു, മിന റവാബിത്ത്, റവാബിത്തിൽ അർബഅത്തൻ. കണ്ടോ, 4 പറഞ്ഞത്. 4 നമ്മൾ പറഞ്ഞു. ഏതാണ്, ദമീർ, ഇഷാറത്ത്, അതുപോലെ തന്നെ ഇആദത്തുൽ മുബ്തദഇ ബി ലഫ്ദിഹി, അതാണ് പറയുന്നത്. പിന്നെ ഉമൂമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അഹദു ഫാദിൽ, ഒന്നാമത്തെ ദമീറു ദമീറാണ്, വഹുവൽ അസ്ലു, അതാണ് അസ്ലി. വമിൻ സമ്മ, അത് കാരണത്താൽ തന്നെ, യർബിത്തു, എന്തായി, അത് കാരണത്താൽ വമിൻ സമ്മ യർബിത്തു, ഈ എന്താ, ഈ ദമീർ ആ ജുംലയെ മുബ്തദായിട്ട് ബന്ധിപ്പിക്കല്ലോ. ആ ബന്ധിപ്പിക്കുന്നത് ഏത് നിലക്കായിരിക്കും, നോക്കൽ മസ്കൂറൻ, ആ ദമീർ തന്നെ പറയപ്പെട്ട നിലയിലായിരിക്കും, അല്ലെങ്കിലോ ഔ മഹദൂഫൻ, കളയപ്പെട്ട നിലയിലായിരിക്കും. ഈ 2 രൂപത്തിൽ ദമീറാവും. അതാണ് റമീ സമ്മ. അതോടൊപ്പം തന്നെ യർബിത്തു, ഈ ദമീർ ജുംലയെ മുബ്തദായിട്ട് ബന്ധിപ്പിക്കും. അത് ഏത് നിലക്ക്, മസ്കൂറൻ, ഈ ദമീർ തന്നെ പറയപ്പെട്ട നിലയിലോ, ഔ മഹ്ദൂഫൻ, അല്ലെങ്കിൽ കളയപ്പെട്ട നിലയിലോ. ഫൽ മസ്കൂർ, അപ്പോൾ പറയപ്പെട്ട ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ. ക സെയ്ദുൻ, സെയ്ദാകുന്നത്, അബൂഹു ഖായിമുൻ, അവൻ്റെ വാപ്പ അബ് ഖായിമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ സെയ്ദ് മുബ്തദ, അബൂഹു 2 മുബ്തദ, അബു 2 മുബ്തദ, ഖായിമുൻ 2 മുബ്തദൻ്റെ ഖബറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ 2 മുബ്തദ അബൂഹു, അബു എന്നുള്ളതും പിന്നെ ഖായിമുള്ള അതിൻ്റെ ഖബർ, 2 മുബ്തദൻ്റെ ഖബറും കൂടിയ ജുംലാണ് സെയ്ദ് എന്ന 1 മുബ്തദൻ്റെ എന്ത്, ഖബർ. അപ്പോൾ അബൂഹു ഖായിം എന്നുള്ള, അബൂഹു ഖായിം എന്നുള്ള ഇവിടെ എന്താ, ജുംലത്തുൻ ഇസ്മിയത്തുൻ, ഇസ്മിയായ ജുംലയാണ്. വഖഅത്ത് ഖബറൻ അൻ സെയ്ദിൻ, സെയ്ദിനെ തൊട്ട് ഖബറായി വന്നതാണ്, സംഭവിച്ചതാണ്. അപ്പോൾ റാബിത്തുമാണല്ലോ. അപ്പോൾ റാബിത്തു ബൈനഹുമ, അവ രണ്ടിൻ്റെ ഇടയിൽ റാബിത്ത് അദ്ദമീറുൽ, ദമീറാണ്. എങ്ങനത്തെ ദമീറാണ്, അൽ മുദാഫിലേഹി, മുദാഫിലേഹിയായ ദമീറാണ്. അൽ മദ്കൂറു, പറയപ്പെട്ട മുദാഫിലേഹിയായ ദമീറാണ്. അബൂഹു ആണ്, അപ്പോൾ റാബിത്ത് ഹു ആണ്. അബൂഹു, അവൻ്റെ വാപ്പ, സെയ്ദ് എന്ന മുബ്തദയിലേക്ക് ബന്ധിപ്പിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി വൽ മഹ്ദൂഫു, ചിലപ്പോൾ കളയപ്പെട്ടു പോയതായിരിക്കും. അതിന് പറയും നോക്കിയാൽ, നഹ്വു
അപ്പോൾ അവിടെ മഹദൂഫായി കളയപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞത് ഖുർആൻ എന്നുള്ളത് എന്താ വകുല്ലുൻ വഅദല്ലാഹുൽ ഹുസ്ന. ശരി, നമ്മളെ മുസ്ഹഫിലൊക്കെ വകുല്ലൻ എന്നാണ്. അപ്പോൾ കുല്ലുൻ എന്ന് റഫോട് കൂടി ഖിറാഅത്ത് ചെയ്തിട്ടുണ്ട്. അത് ഖുർത്തുബിൻ്റെ തഫ്സീർ നോക്കിയാൽ കാണാം. വകുല്ലുൻ വഖറഅ ഇബ്നു ആമിറിൻ ഇബ്നു ആമിർ റഹ്മഹുല്ല അദ്ദേഹം പാരായണം ചെയ്ത് വകുല്ലുൻ ബിർ റഫ് കൊണ്ടാണ്. വകദാലിക ഹുവ ബിർ റഫ് ഫി മസാഹിഫി അഹ്ലി ശാം. എന്നാൽ ബാഖൂൻ വകുല്ലം ബിൻ നസ്ബി അലാ മാഫി മസാഫ് എന്നവിടെ കാണാൻ പറ്റും. ഫി മസാഹിഫിഹിം. അപ്പോൾ ഏതായാലും ആ കുല്ലുൻ എന്ന് വെച്ച് ഇബ്നു ആമിറിൻ്റെ ഖിറാഅത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ എന്തുള്ളത്, നമ്മൾ ദലീലുള്ളത് വകുല്ലുൻ. മറ്റേതാകുമ്പോലോ വക്കുല്ലൻ നാമ നമ്മളെ മുസ്താഫിലൊക്കെ വക്കുല്ലൻ, അവിടെ വക്കുല്ലൻ നാമ മുബത്തദാവാം. പിന്നെ വഅദല്ലാഹുൽ ഹുസ്ന, അപ്പോൾ ജുംലയല്ലോ ഖബർ. അപ്പോൾ ഈ വഅദഹു എന്നവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. വക്കുല്ലുൻ വഅദഹുല്ലാഹുൽ ഹുസ്ന എന്ന് വരും. അപ്പോൾ അവിടെ മഹ്ദൂഫാണ്. ഇനി വസ്സാനി രണ്ടാമത്തേത്, ഒന്നാമത്തെ റാബിത്തു ദമീർ അസ്ൽ പറഞ്ഞു. വസ്സാനി രണ്ടാമത്തേത് അൽ ഇഷാറത്തു ഇഷാറത്താണ്. നഹ്വ ഇതുപോലെ വലിബാസു തഖ്വാ, തഖ്വയുടെ ലിബാസാകുന്നത് ദാലിക ഖൈർന. അപ്പോൾ ഇവിടെ നമുക്ക് ലിബാസു തഖ്വ എന്നുള്ളത് മുബത്തദാണ്. ലിബാസു തഖ്വ അത് മുബത്തദാണ്. വദാലിക എന്നുള്ളത് വദാലിക ഖൈർ എന്നുള്ളത്, വദാലിക പിന്നെ ലിബാസു തഖ്വ ദാലിക ഖൈർ എന്നല്ലോ. ആ ദാലിക ഖൈർ എന്നുള്ളത് എന്താണ്, ജുംലത്തുൻ ഇസ്മിയാണ്. കാരണം ദാലിക രണ്ടാം മുബത്തദാണ്, ഖൈർ എന്നുള്ളത് ആ രണ്ടാം മുബത്തദാൻ്റെ ഖബറാണ്. അങ്ങനെ വഖാത്ത് ഈ ജുംല ഇസ്മിയ ദാലിക ഖൈറുൻ എന്നുള്ള ജുംല ഇസ്മിയ, വഖാത്ത് ഖബറൻ അൻഹു ആ ലിബാസു തഖ്വ എന്ന മുബ്തദനെ തൊട്ട് എന്തായി ഖബറായി സംഭവിച്ചതാണ്. അപ്പോൾ പിന്നെ ജുംല ഇസ്മിയല്ലോ. അപ്പോൾ പിന്നെ റാബിത്തു ബൈനഹുമ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള റാബിത്ത് എന്താ, അൽ ഇഷാറത്ത് ഇഷാറത്താണ്. അതേതാ ദാലിക. അത് എങ്ങനെ വരിക, രണ്ട് നിലക്കൂടെ തഖ്ദീറയ്യ. ഈ ഇങ്ങനത്തെ റാബിത്തിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാ, വഹാദ ഇത് ഈ ഖുദ്ദിറ ദാലിക, ആ ദാലിക്കയെ തഖ്ദീർ ചെയ്യപ്പെടുമ്പോഴാണ് മുബ്തദഅൻ സാനിയൻ രണ്ടാം മുബ്തദായിട്ട് കണക്കാക്കുമ്പോഴാണ്. രണ്ടാം മുബ്തദായിട്ട് കണക്കാക്കുമ്പോൾ അപ്പോൾ ലിബാസു തഖ്വ ലിബാസ് ഒന്നാം മുബ്തദ, ദാലിക രണ്ടാം മുബ്തദ, ഖൈർ രണ്ടാം മുബ്തദാൻ്റെ ഖബർ. അങ്ങനെ രണ്ടാം മുബ്തദയും അതിൻ്റെ ഖബറും കൂടിയ ദാലിക ഖൈർ എന്ന ജുംല ഇസ്മിയ, ലിബാസ് എന്ന ഒന്നാം മുബ്തദാൻ്റെ ഖബർ. അങ്ങനെ വെക്കുമ്പോഴേ റാബിത്തിൻ്റെ പ്രശ്നം വരൂ. ഇനി വൈൻ ഖുദ്ദിറ സങ്കല്പിക്കപ്പെട്ടാൽ ഏത് ഈ ദാലിക്കനെ ബദലൻ എന്താക്കുക, ലിബാസ് എന്നുള്ള ബദലാക്കുക, അല്ലെങ്കിൽ ആത്തുഫ് ബയാനാക്കുക. ഇങ്ങനെയൊക്കെ ആക്കിയാൽ ഫൽ ഖബർ മുഫ്രദുൻ. അപ്പോൾ പിന്നെ പ്രശ്നം വരുന്നല്ലോ. അപ്പോൾ ലിബാസു തഖ്വാണല്ലോ മുമ്പത്തെ ദാലിക്ക ഒന്നൂക്കിൽ ബദലോ അല്ലെ ആത്തുഫ് ബയാനോ ആക്കുക. അങ്ങനെ ആകും. പിന്നെ ഖൈർ എന്നുള്ളത് എന്താ, അത് മുഫ്രദാണ്, ജുംലല്ല. മുഫ്രദാവും പിന്നെ റാബിത്ത് വരണ്ടല്ലോ. ജുംല ഇസ്മിയ ഫിഅലിയ ആകുമ്പോഴാണല്ലോ റാബിത്ത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഖൈർ എന്നുള്ളത് ലിബാസിൻ്റെ ഖബറാവും. അപ്പോൾ പിന്നെ പ്രശ്നം വരുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. വസ്സാലിസ് മൂന്നാമത്തെ റാബിത്ത് ആരാ നോക്കി, ഇആദത്തുൽ മുബ്തദഇ ബിലഫ്ദിഹി, മുബ്തദഇനെ അതേ ലഫ്ദ് കൊണ്ട് തന്നെ അങ്ങോട്ട് മടക്കി കൊണ്ടുവരും ഖബറിൽ. നഹ്വ ഇതുപോലെ അൽ ഖാരിഅതു ഉമ്മൽ ഖാരിഅ. ഇവിടെ കണ്ടങ്ങൾ ഇവിടെ റാബിത്ത് പറഞ്ഞാൽ അവിടെ ആ മുബ്തദൻ്റെ അൽ ഖാരിയ എന്ന ലഫ്ദിനെ ഖബറിൽ അൽ ഖാരിയ എന്ന് പറഞ്ഞെങ്കിൽ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫൽ ഖാരിഅ ഒന്നാമത്തെ ഫൽ ഖാരിഅതു എന്നുള്ള മുബ്തദ ആണ്. മ എന്നുള്ളത് മുബ്തദ ഉൻ സാനിയാണ്, രണ്ടാം മുബ്തദാണ്. പിന്നെ മൽ ഖാരിഅ അല രണ്ടാമത്തെ അൽ ഖാരി വൽ ഖാരിഅതു എന്നുള്ളത് ഖബറുഹു ആ മ എന്ന രണ്ടാം മുബ്തദാൻ്റെ ഖബറാണ്. അങ്ങനെ ഈ രണ്ടാം മുബ്തദ മാവും അതിൻ്റെ ഖബറ അൽ ഖാരിയും അതെന്താ വൽ ജുംല അത് ഖബറുൽ അവലി ഒന്നാമത്തെ അൽ ഖാരിയക്ക് എന്താണ് ഖബറുമാണ്. അപ്പോൾ റാബിത്തുണ്ട് റാബിത്തു ബൈനഹുമാ, അവ രണ്ടിൻ്റെ ഇടയിലുള്ള റാബിത്ത് എന്താ, ഇആദത്തുൽ മുബ്തദഇ ബിലഫ്ദിഹി, മുബ്തദ അതിൻ്റെ ലഫ്ദ് കൊണ്ട് മടക്കി കൊണ്ടുവന്നു. അൽ ഖാരിയ എന്ന ഖബറിൽ വന്നില്ലേ, അതാണ് പറഞ്ഞത്. നാലാമത്തേത് നമുക്ക് നോക്കാം. റാബിഉ നാലാമത്തേത് അൽ ഉമൂമാണ്. ഉമൂം എന്ന് പറഞ്ഞാൽ നോക്കാം എന്താ, നഹ്വു സെയ്ദുൻ സെയ്ദാകുന്നത്, നിഅമർ റജുലു പുരുഷവർഗം എത്ര വിശിഷ്ടമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി സെയ്ദുൻ എന്നുള്ളത് എന്താണ്, മുബ്തദാകുന്നു. പിന്നെ നിഅമർ റജുലു എന്ന ഫീലും ഫായിലും കൂടിയ ജുംല ഫിഅലിയാണല്ലോ, നിഅമിൻ്റെ ഫായിലാണ് റജുലു. അപ്പോൾ ജുംലത്തുൻ ഫിഅലിയത്തുൻ ഫിഅലിയായ ജുംലയാണ്. മാത്രമല്ല ഖബറുഹു സെയ്ദ് എന്നത് മുബ്തദാൻ്റെ ഖബറും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റാബിത്ത് നമുക്ക് നോക്കണമല്ലോ. റാബിത്തു ബൈനഹുമ, ഇവ രണ്ടിൻ്റെ ഇടയിലെ റാബിത്ത് എന്താ, അൽ ഉമൂമ് എന്നുള്ളതാണ്. അതെങ്ങനെ, കാരണം അന്ന അൽ നമുക്കറിയാം നിയമ ബീസ കേസുള്ള അൽ എന്താ ജിൻസാണ്. അപ്പോൾ അന്ന അൽ ഫിർ റജുലി അർറജുലിലുള്ള അല്ലെന്താ ലിൽ ഉമൂം, ജിൻസാണ്. ജിൻസാണ് ലിൽ ഉമൂമി, ഉമൂമിന് വേണ്ടിയാണ്, പുരുഷവർഗം. അപ്പോൾ ഉമൂമാണല്ലോ. അപ്പോൾ ഈ മുബ്തദ നോക്കി നിങ്ങൾ, ഈ വസൈദുൻ എന്നുള്ളതോ
ആ മുബത്തദ അത് ഫർദു മിൻ അഫ്രാദിഹി റജുലി എന്ന ജിൻസിൻ്റെ ആ ഉമൂമിൻ്റെ അഫ്രാദുകളിൽ നിന്നുള്ള ഫർദല്ല, റജുലിൽപ്പെട്ട ആളാണല്ലോ സെയ്ദ്. മനസ്സിലായോ? അപ്പം എന്താ ഈ ഫദഖല ഫിൽ ഉമൂമി, അതെന്തായി സെയ്ദ് എന്നുള്ളത് ഉമൂമിൽ പ്രവേശിച്ചു. കാരണം ഖബറിൽ ആ റജുലു ജിൻസാണ്, അത് ഉമൂമാണ്. ആ ഉമൂമിൻ്റെ തഹ്തിൽ താഴെ ആര് പെട്ടു? സെയ്ദ് വന്നു. ആ റജുലിൽപ്പെട്ട ആൾ തന്നെയാണല്ലോ. അങ്ങനെ ഫഹസല റബ്തു, അവിടെ എന്തുണ്ടായി? ഒരു റാബിത്ത് ബന്ധം ഉണ്ടായി. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം റാബിത്ത് വരുന്ന സന്ദർഭം 4 നമ്മൾ പറിച്ചു. ദമീറായിട്ട് വരും, ഇസ്മിഷാറായിട്ട് വരും. അതേപോലെ തന്നെ ഇആദത്തുൽ മുബ്തദ ബിലഫ്ദിഹി പറഞ്ഞു, ഉമൂമാവുക. ഉമൂമ് അഥവാ ആ റജുൽ, അതിൻ്റെ ആ ഖബറായ ഉമൂം, ആ റജുൽ എന്ന ഉമൂമിൻ്റെ തഹ്തിൽ താഴെയാണ് സെയ്ദ് പൊട്ടത്. അപ്പോൾ ഉമൂമായി. അപ്പോൾ ഉമൂം എന്ന ബന്ധം ഉണ്ടായി. ഇനി ഈ റാബിത്ത് ആവശ്യം വരില്ല, അങ്ങനത്തെ ഒരു സന്ദർഭം. അതെപ്പോഴാണെന്ന് നിങ്ങൾ ഈ ജുംല, ഈ ഖബറായി സംഭവിച്ച ജുംല മഅനയിൽ അഥവാ അർത്ഥത്തിൽ നോക്കുമ്പോൾ നഫ്സുൽ മുബ്തദ ആയിരിക്കും, അഥവാ മുബ്തദ തന്നെയായിരിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. വഹാദ കുല്ലുഹു, ഇതെല്ലാം. ഇപ്പോൾ റാബിത്തിൻ്റെ കാര്യം പറഞ്ഞു, റാബിത്ത് വേണോ പറഞ്ഞല്ലോ. ഈ റാബിത്തിൻ്റെ വഹാദ കുല്ലുഹു, ഇതെല്ലാം തന്നെ ഇദാലം തകുനിൽ ജുംലത്തു, ജുംല ആയിട്ടില്ലെങ്കിലാണ്. നഫ്സൽ മുബ്തദ, ഈ മുബ്തദ തന്നെ ആയിട്ടില്ലെങ്കിലാണ്. ഫിൽമാന, അർത്ഥത്തിൽ. അപ്പോൾ അർത്ഥത്തിൽ മുബ്തദ തന്നെ ആയിട്ടില്ല ആ ജുംല. അങ്ങനെ ആകുമ്പോൾ ആ പറഞ്ഞ റാബിത്തുകളൊക്കെ വേണ്ടിയത്. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ, അഥവാ ഇബ്നു ഹിശാമിൻ്റെ മത്തിനാണത് ഇല്ല. അഥവാ എങ്ങനെ? ബി അൻ കാനത്ത് ആ ജുംല ആയിക്കൊണ്ട് എങ്ങനെ? നഫ്സൽ മുബ്തദ, ഈ മുബ്തദ തന്നെ ആവുക. ഫിൽമാന, അർത്ഥത്തിൽ. അങ്ങനെ ആകുമ്പോൾ ലം തഹ്തജ്, ആവശ്യമാവുകയില്ല, ആ ജുംല ആവശ്യമാവുകയില്ല ഇലാ റാബിത്തിൻ, റാബിത്തിലേക്ക്. അപ്പോൾ റാബിത്ത് വേണ്ട. കമാ ഫീ നഹ്വി ഖൗലിഹി തആല ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അള്ളാഹുവിൻ്റെ ഖൗലുള്ളതുപോലെ. അവിടെ നോക്കി, ഹുവ എന്നുള്ളത്, ഫഹുവ എന്നുള്ളത് ബമീറു ഷൈന, ഷൈനിൻ്റെ ബമീറാണ്, മുബ്തദഉമാണ്. ഷൈനിൻ്റെ ബമീറുമാണ്, മുബ്തദഉമാണ്. എന്നാൽ വ ജുംലത്തു അല്ലാഹു അഹദ് എന്നുള്ളതോ അതതിൻ്റെ ഖബറുഹു, അതിൻ്റെ ഖബറുമാണ്. അപ്പോൾ വലം തഹ്തജ, ജുംല ആവശ്യമായിട്ടില്ല ഇല റാബിത്തി, റാബിത്തിലേക്ക് ആവശ്യമായിട്ടില്ല. അതിൻ്റെ കാരണം കാരണം കൗനിഹ, ആ ജുംല ആയ കാരണത്താൽ നഫ്സൽ മുബ്തദ, ഈ മുബ്തദ തന്നെയായി ഫിൽ മഅന, അർത്ഥത്തിൽ. അതെങ്ങനെ അർത്ഥത്തിൽ അങ്ങനെയെന്ന് കുറച്ച് മനസ്സിലായെങ്കിൽ, ഇവിടെ ഹുവ ഷൈനിൻ്റെ ദമീറ, ഖുൽ പറയുക, ഹുവ അവൻ എന്നർത്ഥത്തിലല്ല, കാര്യമാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അഹദാണ് എന്ന കാര്യം. അപ്പം അതെന്നാണല്ലോ കാര്യം. ഇപ്പം മനസ്സിലായെങ്കിൽ അതാണ് ആ ജുംല തന്നെ എന്തായി മാനയിൽ മുബ്തദായി എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു അഹദാണ്. അതാ പിന്നെ വന്നത്. ഇപ്പം മനസ്സിലായി, അതാണ് മാനയിൽ മുബ്തദ തന്നെയായി എന്ന് പറഞ്ഞത്. ഞാൻ മറ്റു ഉദാഹരണം ഇവിടെ കൊടുക്കുക. ഇനി ഇവിടെ അങ്ങ് നമുക്ക് വേറൊരു തർക്കീബ് വെക്കട്ടെ, അപ്പം പിന്നെ ഈ വിഷയം വരില്ല. അപ്പം മുഫ്രദായിട്ടേ വരിക. ആ ഹുവാന്റെ മുബ്തദായി തന്നെ വെക്കുക. അള്ളാഹു എന്നുള്ളത് ഖബറാക്കുക, മുബ്തദാന്റെ. അഹദ് എന്നുള്ളത് രണ്ടാം ഖബറോ അല്ലെങ്കിൽ ബദലാക്കുക. അപ്പോൾ ഖബർ ഇവിടെ എന്തായിരിക്കും? അള്ളാഹു എന്നുള്ള മുഫ്രദായിട്ടേ വരും. അപ്പം ജുംല ആവൂല. അപ്പോൾ പിന്നെ ജുംല ആകുമ്പോൾ റാബിത്തിൽക്ക് പ്രശ്നം വരുന്നുള്ളൂ. അപ്പം അങ്ങനെയും പറ്റും. ഇതിങ്ങനെ ആകുമ്പോഴാണ് ഈ നിലക്ക് പറഞ്ഞത് ഇബ്നു ഹിശാം റഹ്മഹുല്ലാ. വക്കത, അപ്രകാരം തന്നെയാണ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖൗലുണ്ട്. അതെന്താ? അഫ്ദലു മാ ഖുൽതുഹു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. അഫ്ദലു, ഏറ്റവും അഫ്ദലായത്, മാ ഖുൽതുഹു ഞാൻ പറഞ്ഞതിൽ ഏറ്റവും അഫ്ദൽ, അന ഞാൻ, വന്നബിയ്യൂന അതുപോലെ തന്നെ നബിമാരും, മിൻ ഖബ്ലി എനിക്ക് മുമ്പുള്ള. അതെന്താ ഏറ്റവും അഫ്ദലായത് തന്നെയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അഫ്ദലു മാ ഖുൽതുഹു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ ജുംലയിൽ, ആ ജുംല അർത്ഥത്തിൽ മുബ്തദ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് എന്തായില്ല? ഒരു റാബിത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. വല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും.